ഒരു കൊടും ചതിയുടെ സത്യാവസ്ഥയായിരിക്കും ഒരുപക്ഷെ ഡിസംബർ 8-ാം തീയതി പുറത്തു വന്നത്. ഒരു മാഡം ഇതിൻ്റെ അകത്തുണ്ട്. ദിലീപ് കേസിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിലൊരു മാഡം ഉണ്ട് എന്നുള്ളത്, ദിലീപിനെ കുടുക്കിയ ഒരു മാഡം ഉണ്ട് എന്നുള്ളത് നേരത്തെ പുറത്തു വന്നതാണ്. അതൊരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണെന്ന് പറഞ്ഞു. പിന്നീട് അത് ലേഡി സൂപ്പർ സ്റ്റാർ ആണ് ആ മാഡം എന്ന്. ഇവരാരുമല്ല ആ മാഡം. ഇതിന് മുകളിൽ മറ്റൊരു മാഡം ഉണ്ട്, ദിലീപിനോട് ഏറ്റവും ശത്രുതയുള്ള, ദിലീപ് തകരണം, ആ വൻമരം വീഴണം എന്നാഗ്രഹിച്ച ഒരു വലിയ മാഡം. ഒരുപക്ഷെ അതിലേക്കുള്ള തെളിവുകളിലേക്കൊക്കെ ഇനി ദിലീപ് കടക്കുമായിരിക്കാം. കാരണം തന്നെ കൊടുക്കാൻ ശ്രമിച്ചവരെ പൂട്ടും എന്നാണ് ദിലീപ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തായാലും ആ പേര് പറയുന്നില്ല, ആ മാഡത്തെ കുറിച്ചോ അതിന്റെ വിശദാംശങ്ങളെ കുറിച്ചോ ഒന്നും പോകുന്നില്ല. പക്ഷേ ഒരു വലിയ ചതി ദിലീപിനെതിരെ നടന്നിട്ടുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. കാരണം ഈ 2017 മഞ്ജു വാര്യറും ദിലീപും തമ്മിൽ വേർപിരിയുന്നു. അതേ വർഷം തന്നെ കാവ്യ മാധവനെ കല്യാണം കഴിക്കുന്നു. അതുവരെ ഇൻഡസ്ട്രിയിലെ വലിയ വൻ മരമായിരുന്ന ദിലീപ് ഈ ഒരു കല്യാണം കഴിഞ്ഞ് 2 മാസത്തിന് ശേഷം ഈ കേസ് വരുന്നു. ആ കേസിൽ ദിലീപ് 89 ദിവസം ജയിലിൽ കിടക്കുന്നു. അതോടുകൂടി ദിലീപ് എന്ന വൻമരം സിനിമ ഇൻഡസ്ട്രിയിൽ വീണു. പിന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് കാണുന്നത് പൃഥ്വിരാജിൻ്റെതാണ്. പൃഥ്വിരാജ് മലയാള സിനിമ അടക്കി വാഴുന്നതാണ് പിന്നെ നമ്മൾ ഇന്ന് വരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദിലീപിന്റെ നീക്കം എന്താണെന്ന് നമുക്കറിയില്ല. യഥാർത്ഥത്തിൽ ദിലീപിനെ തൂക്കിക്കൊല്ലണം, അല്ലെങ്കിൽ ദിലീപിന്റെ ശിക്ഷ വാങ്ങണം, ദിലീപിന് ജീവപര്യന്തം നല്ല ശിക്ഷ നൽകണം, ബാക്കി 6 പ്രതികളെ വെറുതെ വിട്ടാലും സാരമില്ല, ദിലീപിനെ കൊടുക്കണം എന്ന് ചിന്തിക്കുന്നവരുടെ ലക്ഷ്യം എന്തായിരിക്കും? ശരിക്കും പറഞ്ഞാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വിധി കോടതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ ശിക്ഷ അത് ഏതൊക്കെ രീതിയിലാണെന്നുള്ള അറിയാനുള്ളൂ. പക്ഷേ ഇവിടെ ദിലീപ് നിരപരാധിയാണ്. ദിലീപിനെതിരെ തെളിവുകൾ കൃത്യമായിട്ട് കൊണ്ടുവരാൻ ഈ പ്രോസിക്യൂഷൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നിരുപാധികം വിട്ടുന്നു എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയത്. പക്ഷേ ദിലീപിനെ തൂക്കിക്കൊള്ളണം എന്ന രീതിയിലാണ് പിന്നെയും കഥകൾ വരുന്നത്. ഇവിടെ പോലീസ് അന്വേഷിച്ചതാണോ അല്ലെങ്കിൽ അന്വേഷിച്ച വിവരങ്ങൾ പുറത്തെത്താത്തതാണോ എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് കിംവദന്തികളായിട്ട് പ്രചരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വിധിപ്പകർക്ക് ഇനിയും അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് നമുക്ക് മനസ്സിലാവും. ഇവിടെ ഇപ്പോൾ ഉയർന്നു വരുന്ന ചില കാര്യങ്ങളാണ് ധന്യ ഇപ്പോൾ പറഞ്ഞത്. അതായത് ഈ പറയുന്ന ദിലീപ് ഒരു മുച്ചുറിയനായിട്ട് അല്ലെങ്കിൽ ഒരു കൂനനായിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ സൈഡ് റോൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സാധാരണക്കാരിൽ ഒരാളായിട്ട് കഥാപാത്രങ്ങൾ ചെയ്യുന്നു. അങ്ങനെ കഥാപാത്രങ്ങൾ ചെയ്ത് നിലനിൽക്കുമെന്ന് ഒരു കാലത്ത് മഞ്ജു വാര്യർ കരുതുന്നു. മഞ്ജു വാര്യർ അതിനപ്പുറത്തേക്ക് റേഞ്ചുള്ള ഒരു നടി തന്നെയാണ്, അവരുടെ ഒരു ആത്മവിശ്വാസമാണ്. പക്ഷെ ദിലീപ് പിന്നീട് ക്രമേണ ഉയർന്നു വരികയാണ്. ദിലീപ് പിന്നീട് മലയാളത്തിലെ മുഴുവൻ താരങ്ങളെയും വെച്ചിട്ട് ഒരു സിനിമ അങ്ങ് നിർമ്മിക്കുന്നു. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് ദിലീപ് വളരുന്നു. നിർമ്മാണ മേഖലയിൽ വലിയൊരു മുന്നേറ്റം നടത്തുന്നു. തിയേറ്ററുകളുടെ ലൈസൻസ് ദിലീപിൻ്റെ കൈകളിലേക്ക് എത്തുന്നു. അങ്ങനെ ദിലീപിൻ്റെ വളർച്ച എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു. എന്തിന്? മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെയൊക്കെ ഡേറ്റുകൾ നിശ്ചയിക്കുന്നത് പോലും ദിലീപാണ് എന്ന തരത്തിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയെ അടക്കി വാഴുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് മഞ്ജു വാര്യർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ദിലീപിൻ്റെ വളർച്ച ഉണ്ടാകുന്നത്. പിന്നീട് അമാനുഷിക കഥാപാത്രങ്ങളെ പോലെ ചില സിനിമകളിലൊക്കെ ദിലീപ് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഇതോടുകൂടി ദിലീപിനെതിരെ എവിടെ നിന്നൊക്കെയോ ചില നീക്കങ്ങൾ നടത്തുന്നു. എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ അന്ന് അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ പ്രതിനിധിയായിട്ട് പൃഥ്വിരാജ് ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ട് മഞ്ജു വാര്യർ പറഞ്ഞതുപോലെ തന്നെ ഗൂഢാലോചനയുടെ ഒരു കാര്യം പുറത്തുവിടുന്നു. ശരിയാണ്, അതിൽ ആരാണോ തെറ്റ് ചെയ്തത് അവർ ശിക്ഷിക്കട്ടെ എന്നൊക്കെ പറയുന്നു. അന്ന് പൃഥ്വിരാജിനെ മലയാള സിനിമ മാത്രമല്ല മലയാളികൾ ഒന്നടങ്കം വാഴ്ത്തി. കണ്ടോ, മമ്മൂട്ടിക്കും മോഹൻലാലിനും കഴിയാത്തത് വളരെ ധീരതയോടെ പറഞ്ഞ നടനാണ് പൃഥ്വിരാജ്. ഇതോടെ ദിലീപിൻ്റെ ഒരു കരിയറൊക്കെ ഏതാണ്ട് അവസാനിച്ചു. പക്ഷേ ദിലീപിൻ്റെ കരിയറിൻ്റെ തുടക്കമായിരുന്നു, പൃഥ്വിരാജിൻ്റെ കരിയറിൻ്റെ തുടക്കമാണ്. ഒരു വലിയ നടനായിട്ട് മാറുന്നു. 200 കോടി ക്ലബിലൊക്കെ അംഗമായ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു. 150 കോടി കളക്ട് ചെയ്യുന്ന ഒരു സിനിമയുടെ നിർമ്മാതാവായിട്ട് മാറുന്നു, സംവിധായകനായിട്ട് മാറുന്നു. പിന്നീട് ഒരുപാട് സിനിമകളിലൂടെ ചെന്നു. അങ്ങനെ പൃഥ്വിരാജ് പതുക്കെ മലയാള കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു താരമായിട്ട് മാറി. മോഹൻലാലിനൊപ്പം മമ്മൂട്ടിക്കൊപ്പം ഒക്കെ അനിയനായിട്ടും മകനായിട്ടും ഒക്കെ അഭിനയിച്ചുകൊണ്ട് മികച്ചൊരു നിലവാരം പുലർത്തി. പക്ഷേ ഈ 7-8 വർഷത്തിനിടയിൽ അതിജീവിതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തിയ, അതിജീവിതയ്ക്ക് വേണ്ടി നിലകൊണ്ട പൃഥ്വിരാജ് തൻ്റെ ഒരു ചിത്രത്തിൽ പോലും ഈ അതിജീവിതയെ അഭിനയിപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ട് അതിജീവിതയെ അഭിനയിച്ചില്ല? കാരണം അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടത് പൃഥ്വിരാജിൻ്റെ കൂടെ ആവശ്യമല്ലേ? ഒന്നും ചെയ്തില്ല. അവർക്ക് പിന്നീട് മലയാളത്തിൽ അവസരങ്ങൾ കിട്ടാതായപ്പോൾ അന്യഭാഷാ ചിത്രങ്ങളിലേക്ക് തേടി പോകേണ്ട ഒരവസ്ഥയുണ്ട്. അതെന്തോ ആയിക്കോട്ടെ, അതൊക്കെ ഇനി പൃഥ്വിരാജ് മറുപടി പറയായിരിക്കും. പക്ഷേ ആരോപണത്തിന് മുന നീണ്ടപ്പോൾ തന്നെ പൃഥ്വിരാജിൻ്റെ അമ്മ ചില കാര്യങ്ങളുമായിട്ട് നേരത്തെ രംഗത്ത് വന്നിരുന്നു. അതിൻ്റെ കാര്യങ്ങൾ വിശദമായ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തു. അതൊക്കെ ഇനി വരാനിരിക്കുന്നുള്ളൂ. അത് ഒരു ഘട്ടം. ഇനി രണ്ടാമതൊരു ഘട്ടമുണ്ട്. ഈ പറയുന്ന അതിജീവിത ഒരു സിനിമാ ലൊക്കേഷനിൽ നിന്ന് തൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു നടിയുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഇതാണ് നമ്മൾ കേട്ട ഒരു കഥ. അതിനിടയിൽ വെച്ച് ഇവരുടെ കാറ് തടഞ്ഞു നിർത്തുന്നു, ടെമ്പോ ട്രാവൽ വന്നിവരെ തട്ടിക്കൊണ്ട് പോകുന്നു, അതിനുശേഷം ഉപദ്രവിച്ചു. ഇതൊക്കെയാണ്. പക്ഷേ ഇതിനകത്ത് അനുബന്ധമായിട്ട് മറ്റൊരു സാധനം, സിനിമ ഷൂട്ടിങ്ങിനിടയിലല്ല ഈ നടിയെ തട്ടിക്കൊണ്ടുപോയത്. അതിജീവിത
സ്വന്തം വീട്ടിൽ നിന്ന് ഒരു സിനിമാ നടിയുടെ വീട്ടിലേക്കുള്ള യാത്രയിലേക്ക് പോവുകയായിരുന്നു. ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് മലയാള സിനിമയിലെ നിർമ്മാതാവും നടനുമൊക്കെയായ ഒരാൾ, അയാളുടെ പ്രൊഡക്ഷൻ കമ്പനിയുമായി ബന്ധപ്പെട്ട ആൾ അയച്ചു കൊടുത്ത കാറിലാണ് ഈ അതിജീവിത യാത്ര ചെയ്യുന്നത്. ആ യാത്രക്കിടയിലാണ്, അല്ലെ യാത്ര പൂർത്തിയാകുന്നതിന് മുമ്പാണ് ഇവരെ തട്ടിക്കൊണ്ടുപോകുന്നത്. എന്ന് പറഞ്ഞാൽ ഈ നടിയുടെ വീട്ടിലേക്ക് പോകുന്നു എന്നറിയാവുന്ന ആൾ അതിജീവിതയാണ്. മറ്റൊരാൾ കാർ അയച്ചു കൊടുത്ത ഈ നിർമ്മാതാവ് അല്ലെങ്കിൽ ആ പടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്ക് ഈ കാര്യം അറിയില്ലേ? അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് അറിയില്ലേ? അത്തരം ചില കാര്യങ്ങളിലേക്ക് അന്വേഷണം നീങ്ങുന്നില്ല. അപ്പം തന്നെ പറയുന്നത് പോലെ മാടം എന്ന് പറയുന്ന വിരൽ ചൂണ്ടുന്നത് ഒന്നിലധികം പേരിലേക്കാണ്. ഏതോ ഒരു മാടത്തിന്റെ നിർദ്ദേശപ്രകാരമാണ്. ഇപ്പൊ ഇവരെ ഉപദ്രവിച്ചാൽ മാത്രം പോരല്ലോ, ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് അത് മെമ്മറി കാർഡിലാക്കി കൊടുക്കുക കൂടി വേണ്ടേ? അതാണ് ഈ ക്രൂരതയുടെ അങ്ങേയറ്റം എന്ന് പറയുന്നത്. ഒരാളെ ഉപദ്രവിച്ചു, അത് മോശമാണ്, ചെറിയ കാര്യമാണെന്നല്ല. ആ ചെയ്ത കാര്യത്തിനപ്പുറത്തേക്ക് അത് ചിത്രീകരിച്ചിട്ട് എന്തിനു ചിത്രീകരിച്ചു, എന്തിനു മെമ്മറി കാർഡിൽ പകർത്തി, ഇതാണല്ലോ പ്രശ്നം. ഇത് മാഡത്തിന് കൊടുക്കണം. അപ്പോൾ പൾസർ സുനി എന്ന് പറയുന്ന ഒരു പിന്നെ എന്താ പറയുന്ന ഒരു ഗുണ്ട, ആ ഗുണ്ടയ്ക്ക് 1.5 കോടിയോളം രൂപയുടെ അല്ലെങ്കിൽ 1.25 കോടി രൂപയുടെ ഒക്കെ കൊട്ടേഷൻ നൽകി എന്ന് പറയുമ്പോൾ ഇയാൾ ഇത് ചെയ്തു എന്ന് എന്താ ഉറപ്പ്? ചെയ്തു എന്ന് ആ നടി പറഞ്ഞാൽ പോലും, അല്ല അതിജീവിതം പറഞ്ഞാൽ പോരാ, ഇതിന് തെളിവ് വേണ്ടേ? അപ്പോൾ ആ തെളിവ് കണ്ടിട്ട് ക്രൂരമായി ആനന്ദിക്കുന്ന മനസ്സുള്ള ഒരു മാടം മലയാളത്തിൽ ഉണ്ടെങ്കിൽ, മലയാള സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ, ഇനി സിനിമയ്ക്ക് പുറത്തുണ്ടെങ്കിൽ അത് ആരാണെന്ന് അറിയുക തന്നെ വേണം. പ്രധാനമായിട്ട് ഉയരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഉന്നത IPS ഉദ്യോഗസ്ഥ, അതെല്ലാവർക്കും ഇപ്പോൾ അറിയാം, സന്ധ്യ തന്നെയാണെന്ന്. സന്ധ്യ ഉൾപ്പെടുന്ന, ഈ കേസിൽ പ്രോസിക്യൂട്ടറായ TB മിനി ഉൾപ്പെടുന്ന 2-3 മാധ്യമപ്രവർത്തകർ ഉൾപ്പെടുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ്. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ അങ്ങലപ്പി അഷ്റഫിൻ്റെ പേരും വരുന്നുണ്ട്, നാദിർഷയുടെ പേരുമുണ്ട്. ഇവരൊക്കെ 10 സെക്കൻഡ് 15 സെക്കൻഡ് 8 സെക്കൻഡ് ഒക്കെയുള്ള മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അയച്ചതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് പുറത്തു വന്നു. ഇത് ദിലീപിൻ്റെ സഹോദരനായ അനൂപിൻ്റെ കയ്യിലുണ്ട്, ഒപ്പം തന്നെ ഷോൺ ജോർജിൻ്റെ കയ്യിലുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വാട്സാപ്പ് ആരൊക്കെ തമ്മിലുള്ളതാണ്? ഈ വാട്സാപ്പിൽ ആരൊക്കെയുണ്ട്? ഈ ഗ്രൂപ്പ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നോ? മാത്രമല്ല, ചില കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈ മാധ്യമ പ്രവർത്തകർ അന്നന്നത്തെ ന്യൂസ് നൈറ്റുകളിൽ, അല്ലാതെ ന്യൂസ് രാത്രിയിലെ ഡിസ്കഷനുകൾ, ചർച്ചയ്ക്ക് ഈ വിഷയം എടുക്കണമെന്നുള്ള നിർദ്ദേശവും അതിൽ നിന്ന് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപാട് സംശയങ്ങൾ ഇവിടെ ഇല്ലേ? ഇതിനൊക്കെ കൃത്യമായ പരിഹാരം പറയേണ്ടത് ആരാ? പോലീസ് പറയണം. പിന്നെ കോടതി എന്താണോ വിധി പുറപ്പെടുവിച്ചത് അതിൻ്റെ ഡോക്യുമെന്റ്സ് ഇനി അപ്ലോഡ് ചെയ്തതിന് ശേഷമേ നമുക്കറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു മാഡം ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും സംശയത്തിന് അതീതമായ കാര്യമാണ്. കാരണം പൾസർ സുനിക്ക് ഒറ്റയ്ക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. കാരണം അയാൾ ഒരു സാധാരണ ഡ്രൈവറാണ്, ഗുണ്ടയൊക്കെയാണ്. പക്ഷേ ഇത്രയും വലിയൊരു കുറ്റകൃത്യം ചെയ്യുന്നു, ഇത് ചിത്രീകരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ആരെങ്കിലും നൽകിയൊരു കൊട്ടേഷനാണ്. ദിലീപ് കൊട്ടേഷൻ നൽകിയില്ല, ഗൂഢാലോചന തെളിയിച്ചില്ല. പക്ഷേ ഈ പൾസർ സുനിക്ക് മറ്റാരോ ഒരു കൊട്ടേഷൻ നൽകി, മറ്റാരോ ഒരു ആസൂത്രണത്തിന് നിർദ്ദേശം നൽകി എന്നുള്ളത് വ്യക്തമാണല്ലോ. അതൊരു മാഡമാണെന്നാണോ ധാന്യ പറഞ്ഞു വരുന്നത്? തീർച്ചയായിട്ടും അതൊരു മാഡം തന്നെയാണ്. ആ മാഡം ആരാണ് എന്നുള്ളത് ഒരുപക്ഷെ സിനിമാ മേഖലയിലെ പലർക്കും അറിയായിരിക്കും. കാരണം സിനിമയ്ക്ക് പുറത്തുള്ളവരാകാൻ നമ്മളത് കൃത്യമായി പറയുന്നില്ല. പക്ഷെ ഇവിടെ ശരി, 2 പേരാണ് ഇവിടെ പിന്നെ ഇരകളാക്കപ്പെട്ടത്. ഒന്ന് അതിജീവിത, 2 ദിലീപ്. കാരണം ഈ വിഷയത്തിൽ ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ 8 വർഷം അയാളുടെ കുടുംബജീവിതം, ഈ പേര് പറഞ്ഞാണ് അയാളുടെ കുടുംബജീവിതം തകരുന്നത്. കാരണം കാവ്യമാധവനും ദിലീപും തമ്മിലുള്ള അവിഹിതം മഞ്ജു വാര്യർ കണ്ടുപിടിച്ചതിന്റെ പേരിലാണ് മഞ്ജു വാര്യർ അവിടെ നിന്ന് പോകുന്നതെന്നാണ് പറയുന്നത്. പിന്നീട് അയാൾ കാവ്യമാധവനെ കല്യാണം കഴിച്ചു. പക്ഷെ പിന്നീട് കാവ്യമാധവനെ കല്യാണം കഴിച്ച് കറക്റ്റ് 2 മാസം ആവും മുമ്പ് ഇയാൾ ജയിലിലാവുകയാണ്. 89 ദിവസം ഈ മനുഷ്യൻ ജയിലിൽ കിടക്കാണ്. ഇപ്പോ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ ഇത്രയും ഇവരൊക്കെ കാണിച്ചത് നേരത്തെ മുൻകൂർ ജാമ്യത്തിന് ഇവരൊക്കെ അപേക്ഷിക്കാണ്. കാരണം തന്നെ പിടിക്കപ്പെടും എന്നൊരു ഉറപ്പുള്ളത് കൊണ്ട്. ഇതറിയാവുന്ന ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ദിലീപ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകാത്തത്? ദിലീപ് മുൻകൂർ ജാമ്യാപേക്ഷ ഈ കേസ് വന്നതിന് ശേഷം നൽകിയിട്ടില്ല. ഇയാളെ 13 മണിക്കൂർ പോലീസ് ചോദ്യം ചെയ്തു. അമ്മയുടെ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അവിടെ നിന്നാണ് പോകുന്നത്. 13 മണിക്കൂർ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ അമ്മയുടെ മീറ്റിംഗ് നടക്കുന്ന സമയത്താണ് പോകുന്നത്. 13 മണിക്കൂറാണ് ചോദ്യം ചെയ്യുന്നത്. ഇദ്ദേഹം ഇപ്പൊ പറയുന്നത് എന്നെ 1 മണിക്കൂറേ ചോദ്യം ചെയ്തിട്ടുള്ളൂ, ബാക്കി 12 മണിക്കൂർ കുശല അന്വേഷിപ്പായിരുന്നു ഇവര്. എന്നിട്ട് എഴുതി വെച്ചത് മുഴുവൻ പറ്റിയ പല കാര്യങ്ങളും. അപ്പൊ ഇവിടെ മാഡത്തിന്റെ ടാർഗറ്റ് ദിലീപും അതിജീവിതയുമായിരുന്നു. ദിലീപിനെ കൊടുക്കുക, ഈ കേസ് തന്നിലേക്ക് വരാതെ ദിലീപിനെ കൊടുക്കുക, ദിലീപിനോട് ഇവർക്ക് വൈരാഗ്യം ഉണ്ടാകാം, അല്ലെങ്കിൽ ദിലീപിനെ തകർക്കുക. കാരണം സിനിമയിലെ പല മേഖലകളിലും ദിലീപ് വളർന്നു കഴിഞ്ഞാൽ അത് തങ്ങൾക്കുണ്ടാക്കാൻ പോകുന്ന നഷ്ടം എത്രത്തോളമാണെന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് ദിലീപിനെ തകർക്കുക. 2, ഒരു മാഡം എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്. അവർ ഈ അതിജീവിതയുടെ സിനിജി പറഞ്ഞതുപോലെ ഉപദ്രവിച്ചാൽ മാത്രം പോരാ, ആ ഉപദ്രവിക്കുന്നതിന്റെ വിഷ്വൽസും കൂടി എനിക്ക് കാണണമെന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിന്റെ വൈകൃതം, ക്രൂരത എത്രമാത്രം വലുതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ആ കൊടും ചതിയുടെ കഥ പുറത്തു വരിക തന്നെ വേണം. തെറ്റ് ചെയ്യാത്ത ഒരാൾ വീണ്ടും വീണ്ടും ക്രൂശിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് കർമ്മ ഈസ് ബൂമറാങ് എന്നാണ് പറയുന്നത്.